എന്തിനാ പോലും എന്നൊക്കെ ചോദിച്ചു. അത് സൂക്ഷിക്കാൻ ഞാൻ കുഴപ്പമുള്ള അങ്ങനെ ഒരു സംഗതിയും ചെയ്യാറില്ലല്ലോ. വെളാമീന്റെ ഇംഗ്ലീഷ് നാമമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അമ്മ ഒന്നുമില്ലാതെ ഒന്നും പറയില്ല. സമസ്ത അപരാധം കൂമ്പിട്ടേക്കുക. അമ്മയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സാധനം ഞാൻ ഓഫറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഓ ഇനി എന്നതാ പോലും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഉപകാരപ്രദമായ ഒരു സാധനം. എന്നതാ പോലും ഇതൊക്കെ. അമ്മ പറയും അവിടെ ഒന്ന് വന്നോലോന്ന്, കൈക്ക് അണക്കമുണ്ടോന്ന്. അത് നിർബന്ധ. സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അതിലുണ്ട്. ഞാൻ കണ്ടു. അയ്യോ അത് ഇപ്പോഴേ വേണ്ടായിരുന്നല്ലോ. എന്നാ ഞാൻ ഒരു ദിവസം ഒന്ന് വന്നിട്ടുണ്ട്. ഒറിജിനൽ റേറ്റ് വന്നിട്ട് 450. പക്ഷെ എനിക്ക് എത്ര കിട്ടിയെന്നറിയോ? 275 രൂപ. ഓ ഏഹേ ഇത് വേറെ. ഇത് എനിക്ക് ഇഷ്ടമുള്ള സാധന. ഏഹേ പതിവില്ലാതെ ഉണക്കക്കപ്പ. അല്ല ഇന്ന് എന്നാന്ന് ചോദിച്ചാ ഉണക്കക്കപ്പ അപ്പം മേടിച്ചോണ്ട് വന്നു ജോർജിന്റെ കടയിൽ നിന്ന്. അപ്പൊ ഞാനത് മീൻകറി ഉണ്ട് വെളാമീന്റെ മീൻകറി ഒന്ന് പിടിച്ചോ. മീൻകറി പിടിച്ചോ. അപ്പൊ പറഞ്ഞു ഇന്നലെ ഏതാണ്ട് 1/2 കിലോയാണ് മേടിച്ചത് ഉണക്കക്കപ്പ, ഇനി 1 കിലോയും കൂടെ വേണമെന്ന് അമ്മ പറഞ്ഞു എന്നൊക്കെ. അത് എന്തിനാ പോലും എന്നൊക്കെ ചോദിച്ചു. അത് സൂക്ഷിക്കാൻ. അത് കടയില് സൂക്ഷിച്ചോളൂല്ലേ? വേണ്ട, കടയില് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് കിട്ടും. ഇവിടെ ഡെപ്പയില് കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. എന്നാ കുഴപ്പമില്ല. നോക്കിക്കേ, ഞാൻ കുഴപ്പമുള്ള അങ്ങനെ ഒരു സംഗതിയും ചെയ്യാറില്ലല്ലോ. അതില്ല. മുളക് ഇടണ്ടല്ലോ അല്ലേ? അത് ശരി. മുളക് എരിവ് എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചോദിക്കണേ? നെയ്പാളിയാ. വയറിന്റെ ഭാഗമായിരിക്കും. വയറിന്റെ നല്ല രുചിയാണ്. നല്ല രുചിയാ. വെളാമീനാട്ടോ. ലുലുവില് വെളാമീന് 540 രൂപ. ഇവിടെ 520 അജിച്ചേട്ടന്റെ അവിടെ. ലുലുവില് വെളാമീന്റെ ഇംഗ്ലീഷ് നാമമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് വൈറ്റ് സ്നാപ്പർ എന്നാണ്. ആണോ? വൈറ്റ് സ്നാപ്പർ ലുലുവിൽ എഴുതി വെച്ചേക്കണ ഞാൻ കണ്ടതാ. വെളാമീൻ. മറ്റത് മാത്രം കാണുന്നില്ല. ഉണക്കമീൻ, കടൽ വരാല്. ഇനിയിപ്പോ എന്നാത്തിന് ഉണക്കമീൻ? അല്ല ഞാൻ പറഞ്ഞതാ ഇനിയും വേണ്ടി വരും ചിലപ്പോൾ. അടിപൊളി അടിപൊളി. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഉണക്കക്കപ്പ. വെറുതെ അല്ല അമ്മ പറഞ്ഞു 1 കിലോ എങ്ങനെ മേടിച്ചോളാം. അല്ല ഡെപ്പയിൽ അടച്ചു വെച്ചാ അവിടെ ഇരുന്നോളും. ഇപ്പൊ മനസ്സിലായോ? സൂക്ഷിക്കാനാന്നാ പറഞ്ഞേ. അമ്മ ഒന്നുമില്ലാതെ ഒന്നും പറയില്ല. അതില്ല, എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. അമ്മയുടേതായ കാരണങ്ങൾ. ബ്രൂ എടുത്തോണ്ട് വരാം 3 വർഗം. ബ്രൂ അല്ല, ടാറ്റ കോഫി. ഓക്കെ ശരി. ലുലുവിലെ തിരക്കിലേക്കൊന്ന് പോണോ? ഹൈപ്പർ മാർക്കറ്റിലെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുക ഇപ്പൊ. എന്നാലില്ലേ ലുലുവില് ഒരു പ്രാവശ്യം ആ സെയിലിന് പോയി 50 ഓഫിനാ. ഞാനും അപ്പം കൂടെ മടങ്ങി തിരിച്ച. ഇനി പോയാലില്ലേ അതേ ആയി പോരാ. ഇടി. എനിക്ക് തോന്നുന്നു രാവിലെ പോകുന്നതായിരിക്കും ഇത്തിരി ബെറ്റർ. അതായത് തുറക്കുമ്പോ തന്നെ 8:30 തുറക്കും. അവിടെ തിരക്കിലേക്ക് ഞാനില്ല. ഭയങ്കര തിരക്കാ. ഞാൻ തന്നെ പല റാക്കുകളും കണ്ടില്ല. എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഓരോ സാധനം എവിടെ ഇരിക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായി. പക്ഷെ ആ റാക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റണില്ല. നീ വീക്കെൻഡിൽ പോണോണ്ട് നിനക്ക് എല്ലാ സംഗതികളും പറയാം. ഇന്നാളെ ആരോ പറഞ്ഞു ഒരു ദിവസം അല്ല തന്നെയാണോ ലുലു പോയി സാധനം മേടിക്കുന്ന, ഒരു ദിവസം അമ്മേനെ കൊണ്ടുവരാൻ. അമ്മ തന്നെ പോവാനും അമ്മയും അപ്പയും കൂടെ പോവാനും റെഡിയാണ്, പോകാറുണ്ട്. പക്ഷെ അന്നേരം വീഡിയോ എടുക്കാൻ ഇവിടെ ഓഫീസിൽ പോയേക്കുമായിരിക്കും. പിന്നെ റഷുള്ള ഇതിലേക്ക് ഞാൻ ഇല്ലാന്നതേ ഇങ്ങനെ സമസ്ത അപരാധം കൂമ്പിട്ടേക്കും. അതുകൊണ്ടാണ് പോവാത്തത്. അല്ല അമ്മയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സാധനം ഞാൻ ഓഫറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഓ ഇനി എന്നതാ പോലും. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഉപകാരപ്രദമായ ഒരു സാധനം. എന്തായാലും കാണുമ്പോ വളരെ ഇഷ്ടപ്പെടും. ഓക്കെ എന്നാ കഴിച്ചേ. കാപ്പി എടുത്തോണ്ട് വരട്ടെ. പാല് തിളപ്പിച്ചിട്ടുണ്ട്. ഇച്ചിരി മീറ്റ് മസാല ഇട്ടാ മതി ഇനി ഒലത്തുമ്പോ. എനിക്കിഷ്ടമാണ് കപ്പി വളർത്തണം. ഞങ്ങളുടെ ഇവിടെ വളർത്തുമായിരുന്നു. അതുകൊണ്ട് സ്പൂൺ തരാം. സ്പൂൺ അങ്ങനെ തരാം. ഇത് കുടിക്ക്, ചൂടാറും. എടി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരണോ? സാധാരണ മഴക്കാലത്താണ് കേട്ടോ നമ്മൾ ഉണക്കക്കപ്പ വാങ്ങിയിട്ട് ഇതുപോലെ പുഴുക്ക് പോലെയൊക്കെ വെക്കുന്നത്. ഇത് നല്ലോണം കുതിർത്തിയിട്ടാണ് നമ്മൾ പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് ഈ ഉണക്കക്കപ്പ ഭയങ്കര താല്പര്യമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത് കണ്ടപ്പോൾ മേടിച്ചതാണ്. നല്ലത് കാണുമ്പോൾ നമ്മൾ മേടിക്കുമല്ലോ. മേടിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാമല്ലോ. ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ടേസ്റ്റാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ അധികം കഴിക്കില്ല. ഇതല്ലേ മീനിന്റെ വയറുഭാഗം? ഇത് നല്ല രുചിയാണ്. ഞാൻ അത് കണ്ടു. ഇത് അമ്മ തന്നതാ.
വയറിന്റെ ഭാഗം ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പയ്ക്ക് ഇങ്ങനെ മീനിൻ്റെ വയറുഭാഗമൊക്കെ വളരെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭാഗം വേണമെന്നൊന്നുമില്ല. എനിക്കിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ മുള്ളുണ്ടാവരുത് അതെനിക്ക് വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് എങ്ങനെയാ? ഇന്ന് അമ്മയ്ക്കും എക്സൈറ്റിംഗ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ തുറന്ന് കാണാനുണ്ട്. എന്നതാ പോലും ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ള സാധനങ്ങളാ. അമ്മ നോക്കാം. പറയും അവിടെ ഒന്ന് വന്നോലോന്ന്. ഓ തിരക്കില് ഞാനില്ല എന്റെ പൊന്നെ. ഒന്നാമത് കയ്യും മുറിഞ്ഞിരിക്കണോണ്ട് തിരക്കിലെങ്ങാൻ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്ന. അല്ലെങ്കിൽ തന്നെ കൂടുതൽ തിരക്ക് വന്നാൽ വിഷയാ കൊച്ചെ. വന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റൂല. എനിക്കൊരു കടയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന സാധനം എടുക്കണം. പിന്നെ അതിന്റെ ഡേറ്റ് നോക്കണം. അത് ഞാൻ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഉള്ളിലെ ഒന്ന് ചിന്തിക്കണം. എനിക്ക് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു കാര്യം നോക്കണം. എന്താന്നറിയോ, കൈക്ക് അണക്കം ഉണ്ടോന്ന്. അത് നിർബന്ധ. എനിക്കത് പറ്റുമോന്നൊന്നാ, കൈക്ക് ഇണക്കം ഉണ്ടോന്നാ. 2 ഞാനത് ഉപയോഗിക്കുമെന്നുള്ളത്. 3 അതിന്റെ വില. 4 അതിലെല്ലാം ഉപരി അത് വെക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടോന്ന്. അത്രയും കാര്യങ്ങൾ നോക്കിയേ ഞാൻ മേടിക്കുള്ളൂ. വാരി കൂട്ടി ഞാൻ മേടിക്കൂല. നോട്ട് ദ പോയിന്റ്. അത് വെക്കാനുള്ള സൗകര്യം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പുതിയ രീതിയിൽ വീട് വെക്കണവര് അതനുസരിച്ചുള്ള കിച്ചണും സ്റ്റോറ് വർക്ക് ഏരിയ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ധാരാളം നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് മതി. പക്ഷെ പുതിയ പുതിയ സംഗതികൾ വരുമ്പോൾ നമുക്ക് ഇച്ചിരി സൗകര്യക്കുറവുണ്ട് സംഗതികൾ വാങ്ങിക്കുമ്പോഴേ. അപ്പൊ അതനുസരിച്ചുള്ള സംഗതികളെ ഞാൻ വാങ്ങിക്കോളും. നാളെ എൻ്റെ തന്നെ ഒരു ബന്ധു എന്നോട് ചോദിച്ചു, ഒരു എയർ ഫ്രയർ മേടിക്കാൻ മേലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കണില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതിനോട് അത്രയ്ക്ക് അങ്ങനെ ഇൻട്രസ്റ്റും ഇല്ല. അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡീപ് ഫ്രീസർ മൈക്രോവേവിന്റെ പ്ലഗിലാണ് ഡീപ് ഫ്രീസർ കുത്തണത്. അപ്പൊ മൈക്രോവേവ് ഉപയോഗിക്കുന്ന സമയത്ത് അതങ്ങ് ഓഫ് ചെയ്ത് വെച്ച് ഉപയോഗിച്ച് വെച്ച് വേഗം അതിലേക്ക് കുത്തും. മിക്സിയുടെ പ്ലഗ് മിക്സിക്ക് വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സംഗതികളുണ്ട്. അപ്പൊ അതാത് രീതിയിൽ പോയില്ലെങ്കിൽ ശരിയാവൂല. പിന്നെ വേറെ പ്ലഗ് വർക്ക് ഏരിയയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളും നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ല, വർക്ക് ഏരിയയിൽ കാണിച്ചു തന്നിട്ടില്ല. ഓരോന്നിനു വേണ്ടിയുള്ള സ്പേസുകൾ ക്രമീകരിച്ച് വെച്ചേക്കുക. പിന്നെ കച്ചറയുണ്ട മുറിയിലേക്ക് ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അഭിപ്രായം പറഞ്ഞതാട്ടോ. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവൂലേ. അപ്പൊ ഓക്കെ. അപ്പൊ വന്ന് ഇതിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇനി ഏതാ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണോ ആദ്യം എടുക്കണേ? അതെയോ സാധാരണ? എക്സൈറ്റിംഗ് ഏതിലാന്ന് അറിയില്ലല്ലോ. ഇതാദ്യം അങ്ങ് തുറക്കാം. എന്നാ അതങ്ങ് തുറന്നോ. എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അതിലുണ്ട്. ഞാൻ കണ്ടു. അയ്യോ, അത് ഇപ്പോഴേ വേണ്ടായിരുന്നല്ലോ. എന്നതാ അമ്മ ഉദ്ദേശിക്കണല്ല, ചോപ്പറ. അത് പുഷ് ചോപ്പർ. അവ്വ, എനിക്ക് മനസ്സിലായതേ. ബില്ല് സഹിതാണ് പൊക്കിയെടുത്ത്. ബില്ല് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ബില്ല് നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇതെനിക്ക് മനസ്സിലായതേ. ഇതിനെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോഴേ ഇത് കണ്ടപ്പോ പിടികിട്ടി ചോപ്പറ എന്നുള്ളത്. അപ്പൊ വലിക്കണ്ടെന്ന് അർത്ഥം. വേണ്ട. 3 ബ്ലേഡ് ചോപ്പിംഗ് സിസ്റ്റം അല്ലേ? ഒന്ന് തുറക്കാം നമുക്ക്. അതാ കണ്ണാടി വെച്ചോളാൻ ഞാൻ പറഞ്ഞു. മനസ്സിലായി. കത്രിക എടുക്കട്ടെ കേട്ടോ. ഇത് നല്ലതായിട്ട് അവിടെ ഡെമോ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. എനിക്കത് നോക്കിയിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് യൂസ് ചെയ്ത് നോക്കി. എനിക്ക് വളരെ ഇഷ്ടമായി. വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് മേടിച്ചതാ. നോൾട്ടയുടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ. അല്ലല്ല, ഇത് ഇലക്ട്രിക് ഒന്നല്ല. ഇത് കൈ കൊണ്ട് വെറുതെ പുഷ് ചെയ്താൽ ചുമ്മാ ഇത് ചെയ്താൽ മതി. ഇത് മറ്റതിനേക്കാളും കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഇവിടെ സെല്ലോ ടേപ്പാന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, അസംബിൾ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ കാണിക്കാം. പിങ്ക് കളറല്ലേ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ. ഞാൻ ഗ്രീൻ ആയിരിക്കും ഓർത്ത. ഗ്രീൻ പടം. അതിന്റെ റേറ്റ് പറയാട്ടോ. റേറ്റ് ഇവിടെയാണോ നോക്കിക്കേ. ഇവിടെ റേറ്റ് 650 മില്ലിക്ക് 595 ഇട്ടിരിക്കുന്നത്. പക്ഷെ എത്രേനെ കിട്ടിയെന്നറിയോ? 145. അത്ര ഓഫർ ഉണ്ടായിരുന്നു. അതെ 595 രൂപ, അതിന് 145. എത്ര കാലം നിലനിൽക്കുന്നൊന്നും അറിയില്ല. അല്ല, ഏതായാലും വലിക്കണത് ഇതുവരെ എന്റെ പൊട്ടിയിട്ടില്ല. വളരെ വൃത്തിയായിട്ടാ. ഇന്ന് ഞാൻ പപ്പായെ വലിച്ച് ശരിയാക്കി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ആ ബോക്സിൽ തന്നെ ഞാൻ ഇട്ട് വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, വെക്കാൻ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞാൻ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചേക്കും. അത് വർക്കേരിയ ഇതില്
തട്ടയിൽ ഇത് പുഷ് ചെയ്യാൻ ഇത്തിരി സൗകര്യമായിട്ട് എനിക്ക് തോന്നി. അതിന്റെ മുകളിൽ അത് വെച്ചാൽ മതി. ഇപ്പൊ മനസ്സിലായി. ബ്ലേഡ് ഒക്കെ അതിനകത്ത് വെച്ചേക്കും അവര്. ഞാൻ വിചാരിച്ചു ബ്ലേഡ് ഒക്കെ രണ്ടാമത് വെക്കണം എന്നാ കരുതിയത്. 650 ml അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഇടുന്നത്. അതെ ഇങ്ങനെയാ, ഇങ്ങനെ ആയിരിക്കും. ലോക്ക് വീഴണായിരിക്കും. നോക്കട്ടെ കേട്ടോ. സാധനം ഇട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താ മതി. മനസ്സിലായി. അമ്മ സകല ബലവും പ്രയോഗിച്ച അന്ന് ബ്ലേഡ് നീങ്ങണ കാണിച്ചു കൊടുക്കാൻ നോക്കട്ടെ. ബ്ലേഡ് നന്നായി നീങ്ങണ്ട്, കണ്ടോ? വേണ്ട വേണ്ട, ആയാസം ഒട്ടുമില്ല. ഉപയോഗിക്കുമ്പോ നമുക്ക് നോക്കാം. വെജിറ്റബിൾ അരിയുമ്പോ കാണിക്കാം കേട്ടോ. പിന്നെ നോൾട്ടയുടെ അവിടെ ഉണ്ടായിരുന്നു ഇത് തന്നെ. അതിന് 189. അതിന്റെ MRP 310 കിടന്ന് 189 ഓഫർ. ഇത് ഷെഫ്ലൈൻ ആയാ മേടിച്ചത്. ഇതില് മാർക്കറ്റഡ് ആൻഡ് പാക്ഡ് ബൈ ലുലു എന്ന് തന്നെയാ കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി മേടിച്ചതാണ്. അതെ, അവര് പാർട്സ് ആയിട്ട് വെച്ചേക്കണ കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നീ എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. വെജിറ്റബിൾ ഇട്ടിട്ട് നോക്കാം നമുക്ക്, സവോളയൊക്കെ. എടി ഇതിങ്ങനെ ചുരുക്കി വെക്കാൻ പറ്റുമോ പോലും? ഇല്ല, അങ്ങനെ ആയിരിക്കണല്ലേ നല്ലത്. ചുരുക്കി വെക്കാമെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം. അത് ലോക്ക് ഉണ്ടാവും, അതാ. ഇത് ഊരായിരിക്കും ചിലപ്പോ. അതെ, ഇത് ഇങ്ങനെയാന്നേ. അപ്പൊ ആദ്യത്തെ എക്സൈറ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഹാപ്പി ആയോ? ഹാപ്പിയാണ്. ഇനിയിപ്പൊ ഇവനെ വെച്ചൊരു പിടി പിടിക്കാം നാളെ. നൂല് കെട്ടണത് ഇച്ചിരി പാടല്ലേ? അത് വലിക്കാൻ ഇച്ചിരി പാടാ. അന്ന് അത് സൗകര്യമായിരുന്നു. സ്ട്രോബെറി ഒക്കെ ഓഫറിനാട്ടോ. 79 രൂപയുള്ളൂ. അതെ, അതിൽ 79 ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രഷ് സ്ട്രോബെറി. ഫ്രഷാ. പക്ഷെ പുളിയുണ്ടോന്ന് അറിയില്ല അല്ലേ? അത് പിന്നെ ഇച്ചിരി ഉണ്ടാവും, കുറച്ചെന്തായാലും ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. സമ്മറിലാണ് അതിന് കൂടുതലായിട്ട് വരണേന്ന് തോന്നുന്നു. അതെ, ഉള്ളി ഉണ്ടോന്നല്ല. ഉള്ളി 52 രൂപ. ക്ലീൻ ചെയ്ത ഉള്ളി, ഗ്രീൻഡ് ഉള്ളി 230 ഗ്രാം 52.67. നന്നായി. കൈ ഇങ്ങനെ ഇരിക്കണോണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പുറത്തെ കവർ എടുക്കാം. വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. കോണിന് 19 രൂപയുള്ളൂ കേട്ടോ. ഓഫറാ. 8, 9, 10, 11 ലുലുല് ഓഫറില് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയില്ല. 8-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെ എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ നോക്കിയില്ല. ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട്. അപ്പൊ അതിന് മേടിച്ച സാധനങ്ങളാ. ഇതിവിടെ വെക്കട്ടെ, നീക്കി വെക്കട്ടെ എന്നാ. അല്ല, ഇത്രയും വിലക്കുറവല്ലേ? അതെ അതെ അതെ. അപ്പൊ പിന്നെ പോലും അത് ഒരു പുതിയ കട സെൻട്രൽ സ്ക്വയറിൽ തുടങ്ങി. DIY എന്നാ പേര്. സെൻട്രൽ സ്ക്വയറിൽ 4ാമത്തെ ഫ്ലോറില്. അവിടത്തെ പ്രത്യേകത എന്നാന്നറിയോ? ഒരുപാട് സാധനങ്ങള് ആ കടയിലുള്ളതിന് മിക്കതും ലോ കോസ്റ്റാ. അതിനകത്ത് കിച്ചൺ ഐറ്റംസിൽ ഒട്ടിലൊടുക്ക് സംഗതികളില്ലേ, സ്ക്രബ്ബർ, ക്ലീനിങ് ഐറ്റംസ്, ടവലുകള്, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി ഒക്കെ ഉണ്ട്. കിച്ചൺ ഐറ്റംസ് ഉണ്ടല്ലേ? ഒത്തിരി കിച്ചൺ ഐറ്റംസ്. എന്നാ ഞാൻ ഒരു ദിവസം ഒന്ന് വന്നിട്ടുണ്ട്. എല്ലാം ലോ കോസ്റ്റ് ആണ്. DIY. നീ ഇന്നാള് സോപ്പ് തീർന്നു പറഞ്ഞായിരുന്നല്ലോ. ഇതിന്റെ പ്രത്യേകത കണ്ടോ? ഇത് 125 ഗ്രാം 5 എണ്ണം. പക്ഷെ മിക്സഡ് ഫ്ലേവേഴ്സ്. പല ഇതുണ്ടല്ലോ. ഭയങ്കര എല്ലാം വായിക്കാം. വൈറ്റമിൻ C, പ്യൂർ ആൻഡ് ജെന്റിൽ, സോഫ്റ്റ് ആൻഡ് ഫ്രഷ്, അലോവേര, പോമോഗ്രാനൈറ്റ്. അത് രണ്ടും ഞാൻ വായിച്ചത്. അത്രേ. 1, 2, 3, 4. പിന്നെ ഒരെണ്ണം ഓർഡിനറി. വൈറ്റമിൻ C എന്നൊക്കെ എഴുതിയിട്ടുള്ളത് ജനറൽ, ഓർഡിനറി. ഇതിന്റെ റേറ്റ് ഒറിജിനൽ റേറ്റ് വന്നിട്ട് 450. പക്ഷെ എനിക്ക് എത്ര കിട്ടിയെന്നറിയോ? 275 രൂപ. ഭയങ്കര ലാഭമല്ലേ? എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ട്. 275 ഡിവൈഡഡ് ബൈ 5 എത്രയാ? ഈ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 50 സംതിങ് ആയുള്ളൂ ഒരു സോപ്പിന്. ഇത് വേറെ, ഇത് എനിക്ക് ഇഷ്ടമുള്ള സാധന. ഇത് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് കേട്ടോ മേടിച്ചേ. മറ്റേ ഷോപ്പല്ല അല്ലേ? അല്ല 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 അല്ല, മറ്റേ ഷോപ്പിലാണോ ഈ കിടക്കുന്നത്? ഇതെനിക്ക് കണ്ടപ്പോ കൗതുകം തോന്നി. അപ്പൊ അരി മേടിക്കാൻ എനിക്ക് ഭയങ്കര ഫോൺ ഇടാനായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ സ്റ്റോറേജുകൾ എനിക്കും ഇടാനില്ലെങ്കിലും പക്ഷെ നിനക്ക് അത് എനിക്ക് പേഴ്സ് താല്പര്യമല്ല. അതുപോലെ ഇത് നിനക്ക് ഫോൺ ഇടാൻ സൗകര്യം. അവിടെ വലിയ വിലയൊന്നുമില്ല അതിന്. 71 രൂപയാണ്. പക്ഷെ എനിക്ക് 61 രൂപയ്ക്ക് കിട്ടി. രണ്ടിനും കൂടെ അല്ലേ? ഒരു ഇതായിട്ട് വെച്ചേക്കുവാ. നല്ല രസമല്ലേ ഈ കവറ് കാണാനായിട്ട്? കളറ്, സ്റ്റോറേജ് കവറ്.
ഇത്ര വില കുറച്ച് കിട്ടാൻ ഇച്ചിരി ഉവ്വ, പാടാണ് പാടാ. ഇങ്ങനത്തെ സ്റ്റോറേജ് ഒക്കെ. കാണാൻ ഭംഗിയുണ്ട് ഏതായാലും. നല്ല രസമുണ്ട്, ഭയങ്കര കളർഫുള്ളാ. ഇനി അടുത്ത സാധനം ഇതിലൊക്കെ ബില്ല് കിടപ്പുണ്ട് കേട്ടോ. ഇതെന്നെ മങ്ങാത്തില്ല പോലും. അതെന്നാന്ന് പിടി കിട്ടിയോ? ഞാൻ നോക്കട്ടെ. ഷവർ ക്യാപ്പ്. ഇത് പക്ഷെ കൊച്ചു പിള്ളേരുടെ പോലെ തോന്നണം. വലിയവരുടെ അല്ലേ? കൊള്ളാലോ. പിങ്ക് കളർ നോക്കി എടുത്തതാ. തലയിലൊന്ന് വെച്ച് നോക്കി. ഇപ്പൊ പറ്റില്ല, മുടി അലമ്പായിട്ട് കിടക്കുക. നാളെ വെച്ച് കാണിക്കാട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ്. ഇത് അവിടെ നിന്ന് തന്നെയാണോ? അവിടെ തന്നെയാ. 45 രൂപയുള്ളൂ. അത്രേ ഉള്ളു അല്ലേ? നല്ലതാ. നാളെ നിങ്ങളെ വെച്ച് കാണിക്കാം കേട്ടോ. സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ. കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോ ഒരെണ്ണം വേണോന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നു. മുടി പൊഴിഞ്ഞു വീഴാതിരിക്കാൻ ഈ മുടി പൊഴിയണുണ്ട്. ഇത് നന്നായി. ഇത് ഞാൻ അവിടെ നിന്നാ മേടിച്ചത്. അപ്പോ 3 എണ്ണത്തിനും കൂടി MRP കൊടുത്തേക്കണ 120 രൂപയാ. കാണിച്ചു തരാം. പക്ഷെ എന്റെ എത്രയാ മേടിച്ചെന്നറിയോ? 89 രൂപ. 170 MRP, 89 രൂപയെ മേടിച്ചുള്ളൂ. ഒത്തിരി ഓഫർ ഉണ്ടല്ലോ. ലുലു ഓഫർ പോലെ കുറെ ഓഫർ ഉണ്ടല്ലോ അതിന്. അപ്പൊ ഇത് അവിടത്തെ വെറ്റായിട്ടുള്ളതുണ്ടായിരുന്നു. ഈ സ്പോഞ്ച് വെറ്റായിട്ടുള്ള ഞാൻ എടുത്തില്ല. അത് വേണ്ട, നനഞ്ഞിരിക്കണേ. അത് വേണ്ട, അത് വേണ്ട, അത് ഞാൻ എടുത്തില്ല. ഡ്രൈ ആയിട്ടുള്ളതാ എടുത്തേ. സ്പോഞ്ച് വൈപ്പ് ഇല്ലേ, അതിന് ഒരെണ്ണം 29 രൂപയെ വന്നുള്ളൂ. മറ്റേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന്റെ പേരെന്നാ? സ്കോച്ച് ബ്രൈറ്റിന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ പിന്നെ നമ്മൾ തുടച്ചേച്ച് 1-2 പ്രാവശ്യം കഴുകി കഴിഞ്ഞത് കളയാനുള്ളതല്ല. അപ്പൊ പിന്നെ അത്രയും വിലയുടെ ആവശ്യമില്ല. ഇങ്ങനെ കിട്ടുമ്പോ ഇതായിരിക്കും എപ്പോഴും കോസ്റ്റ് വെച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്, നല്ലതാണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. അത് ഷാമ്പൂ 83 രൂപ. അതൊക്കെ സ്മാർട്ട് ബസാറിന്ന. സോപ്പും ഷാമ്പും സ്മാർട്ട് ബസാറിന്ന. ഇത് ഞാൻ നോക്കട്ടെ ഇതെന്നാന്ന്. അതൊക്കെ ബില്ലാട്ടോ. ബില്ല ഇരിക്കട്ടെ. പിന്നെ മേടിച്ചിരിക്കുന്നത് വെജിറ്റബിളാ. പച്ചക്കറികളുടെ കൂടെ സാധാരണ മേടിക്കാത്ത ഒരു പച്ചക്കറി ഉണ്ട്. ഞാൻ കണ്ടു. അതെന്താന്ന് വെച്ചാലേ ബ്രൊക്കോളി മേടിക്കാനായിരുന്നു താല്പര്യം. ഓഫറും ഉണ്ടായിരുന്നു ലുലുവില്. പക്ഷെ ആ വെജിറ്റബിൾ സെഷനിൽ ഭയങ്കര ക്യൂ ബില്ലടിക്കാൻ. അതുകൊണ്ട് ഞാൻ ബ്രൊക്കോളി മേടിച്ചില്ല. പകരം കോളിഫ്ലവർ മേടിച്ചു. പിന്നെ ക്യാരറ്റും ബീൻസും ആട്ടോ. അത് അവള് മേടിക്കുന്ന സാലഡിന് വേണ്ടി. ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. ഇഷ്ടപ്പെട്ടോ സാധനങ്ങളൊക്കെ? നല്ലതാ. ഏറ്റവും എക്സൈറ്റിംഗ് ആയി തോന്നിയത് എന്താ? ചോപ്ര. പിന്നെ ഇതാ ഷവർ ക്യാപ്പ്. അതെ അതെ അതെ. മുടി ഇങ്ങനെ പൊഴിഞ്ഞു മുടി പൊഴിയുന്നുണ്ട്. അതുകൊണ്ടാ ഒരു പ്രായമാകുമ്പോ മുടി പൊഴിയൂലോ. പക്ഷെ മുടി പൊഴിയണുണ്ടെങ്കിൽ മുടി വളരണമുണ്ട്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ബലം പിടിച്ചിരിക്കരുതല്ലോ എന്നോർത്തൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ടതാ കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ലുലുവിലെ ടോട്ടൽ കോസ്റ്റ് 300 രൂപയാണ്. മറ്റുള്ളതിന്റെ ഞാൻ പറയാം. അതെ, ഇതില് ബില്ല് ഇതിൽ കിടന്ന ബില്ലാട്ടോ ഞാൻ ഇങ്ങോട്ട് വെച്ചേ. പിന്നെ വേറൊരു ബില്ലും കൂടെ ഉണ്ടല്ലോ, ഞാൻ എടുത്തു തരാം. അത് അതിനകത്തുണ്ട്. അതെ, പുറത്ത് വെച്ചിട്ടുണ്ട്. എടുത്തു വെക്കട്ടെ കേട്ടോ ഓരോന്നെങ്ങ സ്ഥാനങ്ങളിലാ. അപ്പോൾ ദേ ബില്ലും കൂടെ കണ്ടോളൂ. ലുലുന്ന് മേടിച്ച സാധനങ്ങളുടെ ടോട്ടൽ വില 300 രൂപ. പിന്നെ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ വില 358 രൂപ. അതുപോലെ DIY എന്ന് പറഞ്ഞാൽ പുതിയ ഷോപ്പില്ലേ, അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളുടെ ടോട്ടൽ വില 195. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ പർച്ചേസ് റേറ്റ് 853 രൂപയാണ് കേട്ടോ.